നമസ്കാരം. IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിന്റെ സസ്പെൻഷൻ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. 150 ദിവസത്തേക്കാണ് നടപടി. ഡോക്ടർ A ജയതിലക് ചീഫ് സെക്രട്ടറി ആയതിനു പിന്നാലെയാണ് നടപടി നീട്ടിയത്. 6 മാസത്തേക്ക് കൂടി പ്രശാന്തിന് സർവീസിൽ പുറത്തിരിക്കേണ്ടി വരും. ജയതിലകിനെതിരായ പരസ്യ അധിക്ഷേപങ്ങളുടെ പേരിലാണ് N പ്രശാന്തിന്റെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കാലത്ത് പരസ്യ വിമർശനം തുടരുകയും മേലുദ്യോഗസ്ഥർക്കെതിരെ പരിഹാസം തുടരുകയും ചെയ്തതോടെയാണ് നടപടി വീണ്ടും നീട്ടിയതെന്നാണ് വിവരം. അതിനിടെ മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പ്രശാന്തിന് അനുകൂല നിലപാടിലേക്ക് എത്തിയിരുന്നു. പ്രശാന്തിനെ തിരിച്ചെടുക്കാമെന്ന നിലയിൽ ശുപാർശ ശാരദാ മുരളീധരൻ നൽകിയതായും സൂചനയുണ്ട്. എന്നാൽ പുതിയ ചീഫ് സെക്രട്ടറിയായ ചുമതലയേറ്റ ജയതിലക് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി വീണ്ടും വിളിച്ചു ചേർത്തു. 5-ാം തീയതി ചേർന്ന ഈ യോഗമാണ് വീണ്ടും 6 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടാൻ ഉത്തരവിട്ടത്. താൻ ചീഫ് സെക്രട്ടറിയായി ഇരിക്കുന്നിടത്തോളം കാലം പ്രശാന്തിനെ തിരിച്ചെടുക്കില്ല, അതായത് പ്രശാന്തിനെ സർവീസിലേക്ക് തിരിച്ചെടുക്കില്ല എന്ന സന്ദേശമാണ് 6 മാസത്തേക്കുള്ള സസ്പെൻഷൻ നീട്ടാനായി ഡോക്ടർ A ജയതിലക് ഇപ്പോൾ ഒരു കാര്യം കാണിച്ചത്. പുതിയ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ അതേപടി സർക്കാരും അംഗീകരിച്ചു. സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ് സസ്പെൻഷൻ നീട്ടിയതെന്നാണ് ഉത്തരവിലെ വിശദീകരണം. കഴിഞ്ഞ 6 മാസമായി പ്രശാന്ത് സസ്പെൻഷനിലാണ്. എന്നാൽ മതാടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് മറയ്ക്കാൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാതി നൽകുകയും ചെയ്തത് അതിന്റെ സസ്പെൻഷനിലായ K ഗോപാലകൃഷ്ണൻ IASനെ 3 മാസം കൊണ്ട് തിരിച്ചെടുത്തു. ശാരദാ മുരളീധരന്റെ പിൻഗാമിയായാണ് A ജയതിലക് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. 1991 ബാച്ച് IASകാരനാണ് ജയതിലക്. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ പദവികൾ വഹിച്ച ശേഷമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത്. ജയതിലകിനെതിരെ വിശദമായ മൊഴി മുൻ ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്ത് നൽകിയിരുന്നു. സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥൻ N പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വരുമെന്നായിരുന്നു വിലയിരുത്തൽ. 6 മാസത്തിൽ കൂടുതൽ ആരെയും സസ്പെൻഡ് ചെയ്ത് നിർത്താൻ കഴിയില്ല എന്ന കേന്ദ്ര ചട്ടം അല്ലാത്ത പക്ഷം അന്വേഷണം നടത്തി നടപടിയെടുക്കണം. എന്നാൽ പ്രശാന്തിന്റെ കാര്യത്തിൽ നടപടിയെടുക്കുക അത്ര എളുപ്പമല്ല. ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോടതിയിലേക്ക് കേസ് എത്തിയാൽ കാര്യങ്ങൾ അവതാളത്തിലാവും. ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കാമെന്ന സൂചനയും ഉണ്ടായിരുന്നു. എന്നാൽ അന്വേഷണം തുടരുമെന്ന സൂചനയാണ് മുൻ ചീഫ് സെക്രട്ടറിയും നൽകിയത്. ഇതെല്ലാം പ്രശാന്തിന് അർഹതപ്പെട്ട പ്രൊമോഷൻ അട്ടിമറിക്കുന്നതിനാണ് ഒരു വാദവും ശക്തമാണ്. 2022 പ്രശാന്തിനെതിരെ ആഴക്കടൽ വിവാദത്തിൽ അന്വേഷണം തുടങ്ങി. ആ അന്വേഷണം പൂർത്തിയാകാത്തത് കൊണ്ടാണ് പ്രൊമോഷൻ നൽകാത്തത്. എന്നാൽ 3 കൊല്ലമായിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രൊമോഷൻ നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ വിവാദത്തിലെ അന്വേഷണം തുടരുന്നുവെന്ന് കാട്ടി പ്രൊമോഷൻ തടയാനാണ് നീക്കം. ഇതിനൊപ്പം സർവീസിൽ തിരിച്ചെടുക്കുന്നുമില്ല. പ്രശാന്തിനെ ഹിയറിംഗ് സംബന്ധിച്ച വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വിരമിക്കും മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയും പ്രശാന്തിന് അനുകൂലമായ തീരുമാനമെടുത്തില്ല. അന്വേഷണ കമ്മീഷനെ വെച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ആദ്യപടി എന്ന നിലയിലാണ് ചീഫ് സെക്രട്ടറിയോട് ഹിയറിംഗ് നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രശാന്ത് പറഞ്ഞതെല്ലാം കൃത്യമായാണ് അന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രേഖപ്പെടുത്തിയത്. പ്രശാന്തിന് പറയാനുള്ളതെല്ലാം ചീഫ് സെക്രട്ടറി നേരിട്ട് രേഖപ്പെടുത്തി. കൂടാതെ 2 സ്റ്റാഫുകളെ കൂടി അവരെ കൊണ്ട് മൊഴി എഴുതിപ്പിച്ചു. അതിനുശേഷം 3ഉം 1ഉം പോലെയാണെന്ന് ഉറപ്പാക്കാനും പ്രശാന്തിന് അവസരമൊരുക്കി. അതായത് എല്ലാ പരാതികളും ഒരുപോലെയാണ്, അതിൽ ഒരു തരത്തിലുമുള്ള വ്യത്യാസവും ഇല്ല എന്ന് പ്രശാന്തിനെ മുന്നിൽ വെച്ച് തന്നെ ശാരദാ മുരളീധരൻ ഉറപ്പാക്കി. തീർത്തും പ്രൊഫഷണൽ ആയിരുന്നു ചീഫ് സെക്രട്ടറിയുടെ സമീപനം. ഗൗരവം വിടാതെ എന്നാൽ പ്രശാന്തിനോട് വൈരാഗ്യ ബുദ്ധി കാട്ടാതെയായിരുന്നു ഹിയറിംഗ്. തനിക്കെതിരെ വ്യാജരേഖ ചമച്ച ജയതിലകിനും K ഗോപാലകൃഷ്ണനുമെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ചീഫ് സെക്രട്ടറി നടത്തിയ ഹിയറിംഗിൽ പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സർക്കാരിനെതിരെയല്ല, ജയതിലകിനും ഗോപാലകൃഷ്ണനും എതിരെയാകും കേസ് കൊടുക്കുക എന്ന നിലപാടിലാണ് പ്രശാന്ത്. ചീഫ് സെക്രട്ടറിയുമായുള്ള ഹിയറിംഗിന് ശേഷവും പ്രശാന്ത് പരസ്യ പ്രതികരണം തുടർന്നുകൊണ്ടിരുന്നു. ഹിയറിംഗിൽ പ്രശാന്തിന്റെ സാരാംശം ഇത്രയാണെന്ന് പറഞ്ഞാണ് 5 കാര്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിന് ബാധകമാണ്. അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ട് എന്നാതാമോയ കേസ് കൊട് എന്ന് പറയുന്നത് നിയുക്തപരമായ ഒരു ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല. ഞാൻ ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല. അതിന് ദയവായി സാഹചര്യം ഒരുക്കരുത്. 6 മാസത്തിൽ തീർപ്പാക്കണമെന്ന് നിയമമുണ്ടായിരിക്കെ 3 വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ച് അതിന്റെ പേരിൽ 2022 അകാരണമായും നിയമവിരുദ്ധമായും തടഞ്ഞുവെച്ച എന്റെ പ്രൊമോഷൻ ഉടനടി നൽകണം. ഓരോ ഫയലും ഓരോ ജീവനെടുക്കാനുള്ള അവസരമായി കാണരുത്. ഡോക്ടർ ജയതിലകിനും ഗോപാലകൃഷ്ണനും മാതൃഭൂമിക്കെതിരെ ക്രിമിനൽ കേസും അതോടൊപ്പം തന്നെ ഗൂഢാലോചന, വ്യാജരേഖ സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസും നൽകുമെന്നാണ് പറഞ്ഞത്. കൂടാതെ അന്ന് തന്നെ പ്രശാന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ട്രിബ്യൂണലിനെ സമീപിക്കും, അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കും, അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കും. കാരണം അവിടെയെല്ലാം ലൈവ് ഹിയറിംഗ് ഉണ്ട്, ലൈവ് റെക്കോർഡിംഗ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയും സസ്പെൻഷൻ നീട്ടിയ ഒരു കാലയളവിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വീണ്ടും പ്രശാന്ത്
കോടതിയിലേക്ക് നിയമ നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് ഗോപാലകൃഷ്ണനും അതോടൊപ്പം തന്നെ ഡോക്ടർ ജയതിലകനും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനും അത്ര വലിയൊരു ആശ്വാസമായിരിക്കില്ല. കാരണം പണി നല്ല രീതിയിലേക്ക് വരും. കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിക്കും. വേണ്ടി വന്നാൽ പ്രശാന്തിന്റെ സസ്പെൻഷൻ കോടതിക്ക് തന്നെ പിൻവലിക്കേണ്ടതായിട്ട് വരും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.